ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ടുവരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഫോർ അവർ ഫ്രീഡം ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നമ്മളുടെ ഫോർ അവർ ഫ്രീഡത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്യുവർ സ്റ്റെബിലൈസ്ഡ് അലോവേര ജെൽ, അതായത് നമ്മുടെ അലോവേര ജെല്ല്, അതുപോലെ തന്നെ നാച്ചുറൽ ഓറഞ്ച് ഫ്ലേവർ, ഇത് രണ്ടുമാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസമൈൻ സൾഫേറ്റ്, അതുപോലെ തന്നെ കോൺട്രോയിൻ സൾഫേറ്റ്, അതുപോലെ തന്നെ മീഥൈൽ സൾഫോണിൽ മീഥേൻ, അതായത് MSM. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഇതിൽ അടങ്ങിയിരിക്കുന്ന അലോവേര ജെൽ എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ ബെനിഫിറ്റ്സും, ഈ ഒരു അലോവേര ജെല്ലിന്റെ ഫുൾ ബെനിഫിറ്റ്സും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ആക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ നല്ല ഹെൽത്തി ജോയിൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും ഈ ഒരു ഫോർ അവർ ഫ്രീഡം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന അലോവേര ജെൽ എന്ന് പറയുന്നത് അലോവേര ഫാമിൽ നിന്ന് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അതായത് ഇത് കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് തന്നെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഒരു പോഷകങ്ങളും ഒരു തരത്തിലും നഷ്ടപ്പെടാതെ നമ്മുടെ ശരീരത്തിലേക്ക് കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഹെൽത്തി ആക്കി വെക്കുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നാച്ചുറൽ സോഴ്സസ് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അലോവേരയുടെയും ഈ നാച്ചുറൽ ഓറഞ്ചിനെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ അലോവേരയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ന്യൂട്രിയൻസിനെയും നല്ല രീതിക്ക് തന്നെ അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു പവർ ഇതിന് നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസമൈൻ സൾഫേറ്റിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർട്ടിലേജിനെയും നമ്മളുടെ ജോയിൻസിനെയും ഹെൽത്തി ആക്കി വെക്കുക എന്നതാണ്. ഗ്ലൂക്കോസമൈൻ എന്നത് സെല്ലുലോസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നാച്ചുറലി ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്സിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാർട്ടിലേജിനെ മെച്ചപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ബോൺസിനൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശേഷിയില്ലാത്ത കാർട്ടിലേജ് കാരണം നമ്മുടെ ജോയിൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബോൺസിനൊക്കെ നല്ല പെയിൻ ആയിരിക്കും, നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഗ്ലൂക്കോസമൈൻ പ്രവർത്തിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെ, അതായത് ഈ ഒരു മുട്ടുവേദന ഇങ്ങനത്തെയുള്ള വരാനുള്ള സാധ്യതകളെ സ്ലോ ചെയ്യുക എന്നതാണ് ഈ ഗ്ലൂക്കോസമൈൻ്റെ പ്രവർത്തനം എന്നത്. ഇതിനകത്ത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുട്ടുവേദന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന കോൺട്രോയിൻ സൾഫേറ്റ് എന്നത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിന്റെ മെയിൻ കോമ്പോണന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ജോയിൻസിനെ പാഡിങ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയിൻസിന്റെ ഇടയിൽ ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ആയിരിക്കും. കോൺട്രോയിഡിന്റെ പ്രവർത്തനം എന്തെന്ന് വെച്ചാൽ വാട്ടറിനെയും ഫ്ലൂയിഡിനെയും അബ്സോർബ് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാർട്ടിലേജ് എന്ന് പറയുന്നത് നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയിൻസും നല്ല ഹെൽത്തി ആയിരിക്കും. ആർത്രൈറ്റിസ് എന്ന രോഗത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതെന്ന് പറയുന്നത് ഒരു സന്ധിവാതമാണ്. ഇത് നമ്മുടെ കാർട്ടിലേജ് ബ്രേക്ക് ഡൗൺ ആവുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരുപാട് പഴക്കമുള്ള ആർത്രൈറ്റിസ് മാറ്റാൻ വരെ കോൺട്രോയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേദനകളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന MSM അഥവാ മീഥൈൽ സൾഫോണിൽ മീഥൈൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെയും ജോയിൻസിന്റെയും പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജോയിന്റ് ഡീജനറേഷൻ അനുഭവിക്കുന്ന ആളുകൾ, അഥവാ മുട്ടുവേദന, കൈവേദന, ഉരവേദന, ഹിപ്പ് പെയിൻ, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് MSM സഹായിക്കുന്നുണ്ട്. MSM കാർട്ടിലേജ് ബ്രേക്കേജസിനെ തടയുന്നുണ്ട്. കൂടാതെ ഫ്ലെക്സിബിൾ കണക്റ്റീവ് ടിഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോൺസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈ എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം മസിൽസിൽ ഒരു പെയിൻ ഉണ്ടാവും. ആ പെയിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോർ അവർ ഫ്രീഡം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ആർത്തറൈറ്റിക്സ് ഉള്ളവർക്ക്, അതിൻ്റെ ലക്ഷണങ്ങൾ ഉള്ളവർക്കൊക്കെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ജോയിൻസിൻ്റെ വെയർ ആൻഡ് ടിയേഴ്സ്, അതായത് നമ്മളിപ്പം നമ്മൾ വയസ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ജോയിൻസിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഇല്ലാതാക്കാനും കുറയ്ക്കാനും ഈ ഒരു ഫോർ അവർ ഫ്രീഡം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ സ്പോർട്സ്, അതുപോലെ തന്നെ സ്പോർട്സ് പ്ലെയേഴ്സ്, അതുപോലെ തന്നെ ജോയിൻറ്റിന് അതിയായ പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഇത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന അലോവേര ജെൽ എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ഓറഞ്ചിൽ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വിറ്റാമിൻ സിന്റെ കുറവിനെ നികത്താനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു അലോവേര ആൻഡ് വിറ്റാമിൻ സിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ രാവിലെ എണീച്ച ഉടനെ ബ്രഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഇത് കഴിക്കണം. ഒരു 50 ml എടുക്കുക, കപ്പിലെടുക്കുക, അതിനുശേഷം ഇത് കൺസ്യൂം ചെയ്യുക. ശേഷം നിങ്ങളൊരു 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്തതിന് ശേഷം ഒരു 1-2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾ രാത്രി ഒരു അരമണിക്കൂർ മുന്നേ ആയിരിക്കണം, അതായത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇത് കഴിച്ചിരിക്കണം.
ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ഫോറെവർ ഫ്രീഡം കഴിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവർ ഒരു ദിവസം ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. നമ്മൾ ഫോറെവർ ഫ്രീഡം കഴിക്കുന്ന വ്യക്തിന്നൊന്നുമില്ല. നമ്മൾ എന്തായാലും ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോറെവർ ഫ്രീഡം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും റെഫ്രിജറേറ്ററിൽ വെച്ച വെള്ളം കുടിക്കരുത്. നോർമൽ വാട്ടർ തന്നെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ആദ്യം ഈ ബോട്ടിൽ ഒരു 4-5 ടൈംസ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും നിങ്ങളുടെ ശരീരത്തിൽ ഒരുപോലെ എത്തണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ റെഫ്രിജറേറ്ററിലേക്ക് വെക്കുക. കാരണം ഇതൊരിക്കലും ഓക്സിഡൈസ്ഡ് ആയി പോവരുത്. അതിന് വേണ്ടിയിട്ടാണ് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബെറ്റർ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഒരു 6 മാസമെങ്കിലും നമ്മൾ കഴിക്കണം എന്നാണ് പറയാം. 3 മാസമെങ്കിലും കഴിച്ചാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഓൾ എന്ന ബെല്ലൈക്കണോ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫോറെവർ ജേർണി. താങ്ക് യു.